അപ്രതീക്ഷിതമായ പെയ്ത മഴയിൽ കാടിനുള്ളിലേക്ക് ഒരു യാത്ര പോയാലോ? ഈ പുളിമരങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങോട്ടാണെന്നുള്ളത്. ആനമല ടൈഗർ റിസർവിൻ്റെ വെൽക്കം ബോർഡൊക്കെ കണ്ട് അവയുടെ കവാടമൊക്കെ കടന്ന് കോടമഞ്ഞിൽ കുതിർന്ന നല്ല മഴയും തണുപ്പും മാനുകളുടെ കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് പറമ്പിക്കുളത്തേക്കാണ് യാത്ര. ഈ കാണുന്ന കിടിലൻ ടെന്റ് ഹൗസിൽ താമസിച്ച് അവിടെ നിന്നും ഒരു സഫാരി പോയി ആ സഫാരിയിൽ ഉള്ള കുറച്ച് മൃഗങ്ങളുടെ കാഴ്ചകളും ഒരു ബാംബു റാഫ്റ്റിംഗ് ഒക്കെ നടത്തി തിരിച്ച് രാത്രിയിൽ കാടിനുള്ളിലൂടെ പോരുമ്പോൾ കുറച്ച് കാട്ടുമൃഗങ്ങളുടെയും അതുപോലെ പുലിയുടെയും സൈറ്റിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു കിടിലൻ വീഡിയോ ആണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. എന്നാൽ നമുക്ക് നമ്മുടെ ഈ കിടിലൻ വീഡിയോ അങ്ങ് തുടങ്ങിയാലോ? ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് പറമ്പിക്കുളത്താട്ടോ. പാപി ചൊല്ലുന്നോളം പാതാളം എന്ന് പറഞ്ഞ കണക്ക് ഇതുവരെ മഴയില്ലായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഇവിടെ മഴക്കാലം പോലെ മഴയാണ്. ഞങ്ങൾ ഇവിടുന്ന് ആനമല ടൈഗർ റിസർവിൻ്റെ താഴെ ഏകദേശം തമിഴ്നാടിൻ്റെ സ്ഥലം എത്തിയപ്പോൾ തൊട്ട് മഴ തുടങ്ങിയാണ്. ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ് രാവിലെ തുടങ്ങി. ഇന്ന് രാത്രി വരെ മഴയില്ലായിരുന്നു പറഞ്ഞു. ഇന്നിപ്പോൾ എന്താണെങ്കിലും ഒരു തുള്ളി വരെ ഇവിടെ തോർന്നിട്ടില്ല. തോരുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ ഗതികേട് എന്ന് പറയാം. എന്താണെങ്കിലും നമ്മളിവിടെ ഇന്ന് പറമ്പിക്കുളത്ത് ഒരു സ്റ്റേ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. പ്രോഗ്രാം ഏതെന്ന് വെച്ചാൽ ടെൻറ്റഡ് നീഷ എന്നുള്ള ഇവിടുത്തെ ഒരു ടെൻറ്റഡ് പ്രോഗ്രാമാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ ക്യാമ്പസ് വരുന്നത്. നമ്മൾ കാണുന്ന ടെൻറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ ഏകദേശം 10 മേളിൽ ടെൻറ്റ് ഹൗസുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എന്താണെങ്കിലും ഈ ടെൻറ്റ് ഹൗസിൻ്റെ ഇവിടെ എഴുതിയേക്കണേ സാൻഡിൽ, ജാമുൻ, നീം, അശോകം, ടീക്ക്, ഇങ്ങനെ ഇത്രയും ടെൻറ്റ് ഹൗസുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ ഏകദേശം 10-14ഓളം ടെൻറ്റ് ഹൗസുകൾ കാണുന്നുണ്ട്. ഇവിടെയുണ്ട് അതുപോലെ കുറയണം, മരുത്, വീട്ടി, വെന്തേക്ക്, ബന്യാൻ, ഫിഗ്, അങ്ങനെയുള്ള ടെൻറ്റ് ഹൗസുകളുണ്ട്. ഇതാണ് ടെൻറ്റഡ് നീഷ. അത്യാവശ്യം നല്ല സൈറ്റിംഗ് ഒക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇങ്ങോട്ടൊന്ന് വന്നത്. എന്താണേലും അതിൻ്റെ ഒരു കാര്യങ്ങൾ നമുക്ക് അറിയാം. കാരണം ഇതുപോലെ അടച്ച മഴയായാൽ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഇത് ശകലം പോലും മഴ തോർന്നിട്ടില്ല. അപ്പോൾ ആനമല ടൈഗർ റിസർവ് ഇങ്ങോട്ട് കയറിയപ്പോൾ ഉള്ള ഒരു ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോകാം. കാരണം ഒന്നും കാണാൻ പാടില്ലായിരുന്നു. അതുമാതിരി പോകാമായിരുന്നു. കോടമഞ്ഞ് കയറിയിരിക്കുകയായിരുന്നു. വഴിയിൽ എന്ത് നിന്നാൽ പോലും കാണാൻ പറ്റില്ലാത്ത രീതിയിൽ കോടമഞ്ഞ് നിറഞ്ഞ വഴി കൂടിയാണ് കയറി പോകുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ പറമ്പിക്കുളത്ത് ഇവിടെ ടെൻറ്റഡ് നീഷയിൽ എത്തി. ഇവിടെ ബാഗ് വെച്ചതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ഇൻട്രോ പറയുന്നത് കേട്ടോ. കാരണം അതിശക്തമായ മഴയാണ്. ചെറിയൊരു സങ്കടം നമ്മുടെ ഉള്ളിലുണ്ട്. ആനമല ടൈഗർ റിസർവിൻ്റെ കവാടം കയറിയപ്പോൾ തൊട്ടതേ ഈ കാണുന്ന രീതിയിലുള്ള കോടമഞ്ഞും മഴയും തണുപ്പും ഒക്കെയാണ്. അല്പം സങ്കടം മനസ്സിലുണ്ടെങ്കിലും പക്ഷേ ഈ പറമ്പിക്കുളത്തേക്ക് ഒരുപാട് തവണ യാത്ര വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു ഫീലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. ആനമല ടൈഗർ റിസർവിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒന്നിനെയും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടയും തണുപ്പുമായിരുന്നു. ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചുകൂടെ നല്ല വിഷ്വൽസാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു. പക്ഷെ നേരിട്ട് അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒട്ടും കാണാൻ പറ്റാത്ത ഒരു പ്രതീതിയായിരുന്നു. നമ്മൾ ഏത് കാട്ടിലേക്ക് യാത്ര ചെയ്യാലും നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് കാണുവാൻ പറ്റുന്ന ഒരു അനിമൽ ഏതാണെന്ന് വെച്ചാൽ ഈ മാനുകൾ തന്നെയായിരിക്കും കേട്ടോ. പുല്ലുകൾ മേഞ്ഞ് നിൽക്കുന്ന മാനുകളുടെ കാഴ്ചകൾ ഏത് കാട്ടിലേക്ക് പോയാലും നമുക്ക് സ്ഥിരമായി ലഭിക്കുന്ന കാഴ്ചകളാണ്. അങ്ങനെ മാനുകളുടെ കാഴ്ചകളൊക്കെ കണ്ട് കേരളത്തിൽ കൂടെ വന്ന് തമിഴ്നാട്ടിൽ കയറി തമിഴ്നാട്ടിൽ നിന്നും വീണ്ടും കേരളത്തിൽ കയറുന്ന ഒരു പ്രത്യേക സംഭവമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. നമുക്ക് പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് തമിഴ്നാട് വഴി മാത്രമാണ് പ്രവേശനമുള്ളത്. അങ്ങനെ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ കവാടമൊക്കെ കടന്ന് നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ വെൽക്കം ടു കേരള എന്ന ബോർഡൊക്കെ എഴുതി. പറമ്പിക്കുളത്തേക്ക് കയറിയപ്പോൾ മഴയ്ക്കൊരു അല്പം ആശ്വാസം ലഭിച്ചു എന്ന് പറയാം. ശക്തി അല്പം കുറഞ്ഞു, എങ്കിലും കോടയുടെ ശക്തിയും കുറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും മഴക്കാലത്ത് മഴയിൽ കുതിർന്ന കാടിനെ കാണുവാൻ പ്രത്യേക വൈബ് തന്നെയാണ്. സൈറ്റിങ്സിൻ്റെ കാര്യമൊന്നും നമുക്ക് പറയേണ്ടതില്ലല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്.
ഇതാണ് നമ്മുടെ കോട്ടേജിലേക്ക് പോകുന്ന വഴി. 2 സൈഡും ബാമ്പു കൊണ്ട് അടിച്ച് വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പറമ്പിക്കുളത്ത് ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ മഴയിൽപ്പെട്ടൊരു ഇതില്ലായിരുന്നു കേട്ടോ. പക്ഷെ മഴയത്ത് കാടിന് വേറൊരു ഭംഗിയാണ്, അത് വേറെ. പക്ഷെ സൈറ്റിങ്ങിൻ്റെ ഒരു കാര്യം വളരെ പരിമിതമാണ്. എന്താകും, ഇന്നലെ വരെ നല്ല സൈറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഞാനിത് വിളിച്ചൊക്കെ ചോദിച്ചാണ് നമ്മളിങ്ങോട്ട് വന്നത്. എങ്കിലും എന്ത് നമ്മുടെ ഒരു ഭാഗ്യക്കേട് എന്ന് പറയല്ലാതെ എന്ത് ചെയ്യാം. അപ്പം നമ്മൾ സാൻഡലാണ് എടുത്തിരിക്കുന്നത്, തൊട്ടടുത്ത് ജാമുൻ എന്നുള്ളത്. ഇതാണ് നമ്മുടെ ടെൻറ്റ് ഹൗസ് വരുന്നത്. രണ്ട് പേർക്ക് പ്ലസ് എക്സ്ട്രാ ബെഡ്, അങ്ങനെയാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. ഒരാൾ വന്നിരുന്ന വഴി ഉറക്കമായി. ഒരാളുടെ കൂടെയുണ്ട്, അഖിലുണ്ട്, എൻ്റെ ചേട്ടായുടെ മോനാണ്. നല്ല സുഖമായിരുന്നു ഉറങ്ങാൻ. അഖിലാട്ടോ, അഖില നമ്മളോട് ചേട്ടായുടെ കൊച്ചാണ്. ഹലോ, അവനെ കാട്ടിക്കൊണ്ടെന്ന നമ്മള്. അവൻ വന്നോണ്ട് അത് മഴ പെയ്തൂടെ. നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാട്ടോ. ഉള്ളൊക്കെ നല്ല സെറ്റപ്പൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. വലിയ ടെൻറ്റ് ഹൗസുകളാണ്. ടോയ്ലറ്റ് ഫെസിലിറ്റി ആണെങ്കിലും നല്ലതാണ്. വലിയ ബാത്റൂമാണ്. ബാത്റൂമെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഫാമിലിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇതായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ. ഇത് നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം. എല്ലാ മരത്തേക്കിലും അതിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. മലങ്കാര, കരിമരുത്. പത്തൊന്നും അല്ല കേട്ടോ, അതിലും മേളിലും ടെൻറ്റ് ഹൗസുകളുണ്ട് ഇവിടെ. ഇതുണ്ടോ, ഈ മഴ ഒരു പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഫോറസ്റ്റിൻ്റെ ക്യാമ്പസ് ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ബാക്കിൽ. പിള്ളേരെ കണ്ട് വന്നാൽ പിള്ളേർക്ക് ഇറങ്ങി നടക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. 5, 10, 12 ടെൻറ്റ് ഹൗസുകളുണ്ട്. ബാക്കിയെല്ലാം ഗസ്റ്റ് ഹൗസുകളാണെന്ന് തോന്നുന്നു. ഡോർമെറ്ററി ഉണ്ട്, നേച്ചർ സ്റ്റഡി ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. ഇതെവിടെ 3 ടെൻറ്റ് ഹൗസുകളോടെ ഉണ്ടല്ലോ. അതെന്താണെന്നറിയില്ല, ഈ കൂടെ കൊടുക്കുന്നതാണോന്നും വ്യക്തമല്ല കേട്ടോ. കൊടുക്കുന്നതാവും, കാരണം അവിടുത്തെ പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 13. ഇതാണ് ഇവിടുത്തെ ഈ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ എല്ലാം ബാക്ക് സൈഡിലെല്ലാം കാടാണ്. ഇത് ഈ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ നടുക്ക് നമ്മുടെ ആനപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് റിസപ്ഷൻ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെയാണ് എക്കോ ഷോപ്പൊക്കെ ഇരിക്കുന്നതാണല്ലോ. നിങ്ങൾ പറമ്പിക്കുളം വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഈ ക്യാമ്പസിനുള്ളിൽ. എനിക്കിവിടെ വരുമ്പോൾ ഒരു പ്രതീതി തോന്നുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ബന്ദിപ്പൂരിൽ നമ്മൾ ഇന്നാൾ പോയപ്പോൾ ക്യാമ്പസില്ലേ, അതിൻ്റെ ഒരു പ്രതീതിയാണ്. ഫുള്ള് ഗ്രാസ് ലാൻഡൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സെൻറ്ററായിട്ട് എനിക്ക് തോന്നുന്നു. എന്താണേലും മഴ തോരുന്ന ലക്ഷണമൊന്നുമില്ല, കൂടിക്കൂടി വരികയാണ്.
ചെയ്യുക മഴ കാരണം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യാമ്പസ് കേട്ടോ. ചേച്ചിയോട് നമുക്ക് ചോദിച്ചു നോക്കാം. ചേച്ചി ഇവിടെ എത്ര ടെൻറ്റ് ഹൗസ് ഉണ്ട്? എത്ര ടെൻറ്റ് ഹൗസ് ഉണ്ട്? ടെൻറ്റ് ഹൗസ് എത്ര എണ്ണം ഉണ്ട്? 10 ആണ്. അപ്പോൾ ഇത് അങ്ങേറ്റത്തുള്ള 3 അത് കൊടുക്കാറായിട്ടില്ല. കൊടുക്കാറായിട്ടില്ല. പുതിയത് തുടങ്ങിയതാണോ? ഓപ്പൺ ആയില്ല അല്ലേ? 10 ടെന്റ് മൊത്തമുണ്ട്. 10 ടെന്റ്. ഒന്ന് ഡാമേജ് ആണ്. ഒന്ന് ഡാമേജ് ആണ്. 9 കൊടുക്കുന്നുണ്ട്. ഇന്നലെ വരെ മഴയില്ലായിരുന്നു അല്ലേ? ഇന്നലെ മഴയില്ല. ഇന്നാണ് ഇപ്പോൾ രാവിലെ തുടങ്ങിയ മഴയാണ്. രാവിലെ വരെ തുടങ്ങിയാണ്. ഒരു 9 മണിക്ക് തുടങ്ങിയ മഴയാണ്. അത്യാവശ്യം സൈറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നല്ലോ ഇന്നലെ വരെ. ഇന്നിപ്പോൾ മഴ കാരണം ഉണ്ടാവും. ആ പേരെന്താ വെച്ച്? പഴനിയമ്മ. ഇവിടെ റൂം പോയായിട്ട്. ഓക്കെ. നമ്മൾ ഊണ് കഴിക്കാറായോ? ആയില്ലേ? സെറ്റ് ചെയ്തപ്പോൾ വിളിക്കും. ആ ഓക്കെ, താങ്ക് യു. അപ്പോൾ നിലവിൽ 13 ടെൻറ്റ് ഹൗസുകൾ ഉണ്ടെങ്കിലും 10 എണ്ണമാണ് കൊടുത്തിരുന്നത്. അതിൽ ഒരെണ്ണം ഡാമേജ് ആയതുകൊണ്ട് ഒരെണ്ണം അണ്ടർ പ്രോസസ്സാണ്. അതുകൊണ്ട് അത് 9 എണ്ണമാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാലും എനിക്ക് ക്യാമ്പസ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചേച്ചി പറയുന്നതനുസരിച്ച് എന്താണെങ്കിലും സൈറ്റിങ് കാണുമെന്നാണ് പറയുന്നത്. കാണട്ടെ എന്ന് പ്രതീക്ഷിക്കാമല്ലേ. എങ്കിലും കാടല്ലേ, നമ്മളെ തേടി വരുമെന്നേ. ആ ഒരു സന്തോഷത്തിൽ നമുക്കിവിടെ ഇരിക്കാം. അങ്ങനെ പറമ്പിക്കുളത്തെ ഒരുപാട് ബന്ദിപ്പൂർ യാത്രയ്ക്ക് ശേഷം ഒരു കാട് യാത്ര നടത്തിയിട്ട് കുറച്ച് നാളായിരുന്നു കേട്ടോ. 1 മാസത്തോളമായി. 1 മാസമല്ല, 2 മാസത്തോളം ആയിരുന്നു തോന്നുന്നു. നവംബർ ഫസ്റ്റ് വീക്ക് പോയതാണെന്ന് തോന്നുന്നു. എന്താണല്ലോ ഇതുണ്ടോ ഈ കവാടം. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പോവാം. ഞാൻ ഏകദേശം ഒരു റൗണ്ട് അടിച്ചിട്ട് വന്നു. ഈ കാഴ്ച നിങ്ങൾ ഓൾറെഡി മുന്നേ കണ്ടിട്ടുള്ളതായാലും എങ്കിലും നല്ല ഭംഗിയുണ്ടല്ലോ ഈ കാഴ്ച കാണാൻ. ഈ മുളയും കൊണ്ട് ഇങ്ങനെ കെട്ടി സെറ്റ് ചെയ്തിരിക്കുന്ന കാരണം നല്ല ഭംഗിയാണ്. നമ്മളോടൊപ്പം ഇത് ക്യാമ്പ് നമ്മൾ കയറുമ്പോൾ വലതുവശത്തുള്ള ഈ ടെൻറ്റ് ഹൗസുകളാണ് എടുത്തത്. എല്ലാ ടെൻറ്റിലും തന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യേണ്ടത് ഈ ടെൻറ്റ് ഹൗസ് ആയിരിക്കും കേട്ടോ. പാക്കേജ് ഡീറ്റെയിൽസ് എമൗണ്ട് കാര്യങ്ങൾ എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്നുള്ളത് നമ്മൾ വഴിയേ പറയാം. ഇതൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇവിടെ എൻ്റെ ഫ്രണ്ടിലൊരു മരത്തടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മരത്തടിയിലൊക്കെ വന്ന് ഇരിക്കാറുണ്ട്. അല്ലാണ്ട് കീഴിലുള്ള ഫോട്ടോസൊക്കെ എടുത്താൽ സെറ്റപ്പ് ആയേനെ. ആനമല ടൈഗർ റിസർവിൽ ഒന്നും തന്നെ കണ്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോട തിങ്ങിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ടെൻറ്റ് ഹൗസിലേക്ക് വീണ്ടും തിരിച്ചെത്തി. ഒരു നടപ്പ് നടന്നിട്ട് വന്നു. അങ്ങേറ്റം വരെ പോയി. 10 എണ്ണം 13 എണ്ണം ഉണ്ട്. അങ്ങേറ്റത്ത് പറഞ്ഞോടെ ഉണ്ട്. ഇവിടെ ഡോർമെട്രി ഉണ്ട്, കിച്ചണുണ്ട്, ബംഗ്ലാവുകളുണ്ട്. ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. പിന്നെ സംസാരിക്കണല്ലോ. ഇവിടെ വന്ന് ഇവിടെ ഇരിക്കുവാണോ? മഴ കാരണം പെട്ടുപോയി. റേഞ്ചും ഇല്ല, ഒന്നുമില്ല. ആശാൻ അതാ വൈഫൈ ഉണ്ടോന്ന് ഇവിടെ. അവരോട് വൈഫൈ ചോദിക്കടാ. റേഞ്ച് ഉണ്ടോ? അഖിലിവിടെ വന്നിട്ട് പെട്ടുപോയിട്ടിരിക്കുക. ഒന്ന് പെരും മഴ, പുറത്തിറങ്ങാനും മഴ. ഇതിൽ ഒരു ടെൻറ്റ് ഹൗസ് ഗ്രാമയാണ്. ആദ്യമായിട്ട് കാട്ടിലേക്ക് വന്നു. അല്ല, ഞാൻ മാത്രമല്ല ഇവിടെ ഇരിക്കണ മൊത്തം പെട്ടിരിക്കണ. എല്ലാവരും കയറി ഇരിക്കുക. അങ്ങോട്ട് പോയിട്ട് വേണ്ടല്ലോ. അവിടെ ആൾക്കാർ പോയിട്ട് വേണ്ടല്ലോ. ഭക്ഷണം കഴിക്കുന്ന നല്ല സ്ഥലമാട്ടത്. നോൺ വെജിറ്റേറിയൻ ചിക്കൻ കറി, പപ്പടം. ഇതെന്താണ് തുറന്നല്ലേ? പപ്പടം, പിന്നെ ഇത് മോര്, രസം, നല്ല ഇത് ഇത് പയറെഴുക്കറ്റിയോ, ബീൻസോ? ഇത് കൂട്ടുകറിയാ? സാമ്പാർ വല്ലതുണ്ട്? എന്താണ് സാമ്പാർ? ഇത് സാമ്പാറല്ല, ഇത് വേറെ എന്താ? കൂട്ടുകറി. അത് എന്താണ്? അത് സാമ്പാർ പോലെ ഇരിക്കണേ. ഇതല്ലേ സാമ്പാർ? അതാ ഞാൻ പറഞ്ഞത്, അത് സാമ്പാർ പോലെ ഉണ്ടല്ലോ പറഞ്ഞ്. ഇത് രസം. എന്നാ ഡാളാണോ? ഇളക്കണം. ഇത് റൈസ്. റൈസ്
അടപ്പ് ഒരു 16 കിലോ ഉണ്ട് കേട്ടോ. പൊങ്ങണില്ല അങ്ങോട്ട്. ചപ്പാത്തി അങ്ങനെ വന്നു, ഫുഡ് കഴിച്ചു. ഇപ്പോൾ ഉച്ചക്കത്തെ ഒരു സഫാരി ഉണ്ട്, ഇവിടുന്ന് 2 മണിക്ക് ആരംഭിക്കുന്നത്. അതിനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാട്ടോ. ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു. മീൻ വറുത്തത്, വെച്ചത്, നല്ല കറികളൊക്കെ കൂട്ടി ഒന്നുണ്ട്. 12 മണി കഴിഞ്ഞപ്പോൾ വന്നു. 1:30 ഒരു 10 മിനിറ്റ് കിടന്നു. അത് കഴിഞ്ഞിട്ട് മഴയാണ് ഗൈസ്. പാൻ്റൊക്കെ തീർത്ത് വെച്ചിട്ട് വേണം പോകാൻ, അതുപോലെ മഴയാണ്. എന്നാലും ഇപ്പം മഴ ചിലപ്പോൾ തോന്നുന്നുണ്ടോ? ചേട്ടയില്ല. സഫാരി വണ്ടി ഇതേ വന്ന് കിടക്കണം കേട്ടോ. നമ്മുടെ സഫാരി വണ്ടി വന്നിട്ടോ. സഫാരി ആരംഭിച്ചപ്പോൾ തന്നെ മഴയ്ക്കൊരല്പം കുറവ് ലഭിച്ചു കേട്ടോ. രാവിലത്തെ അത്ര ശക്തിയൊന്നും മഴയ്ക്കുണ്ടായിരുന്നില്ല, ചെറിയ ചാറ്റൽ മഴകളാണ് ഉണ്ടായിരുന്നത്. എന്താണേലും സഫാരി ആരംഭിച്ച് നമ്മൾ കാടിനുള്ളിലേക്ക് സഫാരി ബസ്സിൽ പോകുന്നതാണ്. കാടിനുള്ളിലേക്ക് പോയാൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒന്ന് ഈ മാനുകളുടെയാണ്. പുല്ല് മേഞ്ഞ് കിടക്കുന്ന, ശാന്തമായി പുല്ല് മേഞ്ഞ് കിടക്കുന്ന ഇവയെ ഏത് കാട്ടിൽ പോയാലും നമുക്ക് ഒരുപാട് കിട്ടും. ഈ കാണുന്ന തേക്കിൻ പ്ലാന്റേഷനുകളെല്ലാം പഴയ കാലത്ത് നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ. ഹ്യൂഗ്വുഡ് എന്ന് പറയുന്ന ഒരു സായിപ്പാണ് ഇതെല്ലാം നട്ടുപിടിപ്പിച്ചതെന്നാണ് പറയുന്നത്. അതിൻ്റെ ചരിത്രങ്ങളൊക്കെ പറയുന്നൊരു വീഡിയോ നമ്മൾ ആനമല ടൈഗർ റിസർവിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ഇവിടുത്തെ ട്രീ ഹൗസുകളാണ്. ഇതിലും സ്റ്റേ കൊടുക്കുന്നതാണ്. നമ്മൾ ടെൻ്റ് അന്വേഷിച്ച് എടുത്തിരിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ ഇത് ഇൻഡിപെൻഡൻറ്റ് ട്രീ ഹൗസുകളുണ്ട് 2 എണ്ണം. അതും നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. തുണക്കടവ് ഡാമിൻ്റെ റിസർവിനോട് ചേർന്നാണ് ഈ ടെൻറ്റ് ഹൗസുകൾ അല്ലെ ട്രീ ഹൗസുകൾ ഇരിക്കുന്നത്. ഇവിടെയും നമുക്ക് സ്റ്റേ പാക്കേജുകൾ അവൈലബിൾ ആണ്. സഫാരി എടുത്ത് പോകുന്നാൽ നമ്മൾ ആദ്യം നിർത്തുന്നത് തുണക്കടവ് ഡാമിലാണ് കേട്ടോ. ഈ തുണക്കടവ് ഡാമിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചുറ്റും മലയിലെല്ലാം കോടമഞ്ഞെല്ലാം തിരിഞ്ഞ് മഴയിൽ കുതിർന്ന് നിൽക്കുന്ന ഇവിടെ കാണുവാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ നമ്മുടെ വൈൽഡ് ലൈഫിനെ എൻജോയ് ചെയ്യുന്നവരെ സംബന്ധിച്ച് മഴ ഒരു പ്രശ്നമാണ്. കാരണം സൈറ്റിങ്ങിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. ഈ സഫാരി ബസ്സുകൾ നമുക്ക് വന്ന ഇവിടെ സ്റ്റേ എടുത്തില്ലെങ്കിലും നമുക്കിവിടെ സഫാരിക്ക് വേണ്ടി മാത്രമായിട്ട് വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്. പെർക്കെട്ട് 400 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. രാവിലെ 6 മണിക്കാണ് ചെക്ക് പോസ്റ്റ് ആനമലയുടെ തുറക്കുകയുള്ളൂ. അതിനുശേഷമാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടി ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ രാവിലെ 6 മണിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലെത്തി ഈ സഫാരി നമുക്ക് പറമ്പിക്കുളത്ത് വന്ന് സഫാരി നമുക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. അതുപോലെ റാഫ്റ്റിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ട്രക്കിംഗ് പ്രോഗ്രാമുകളൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടെ വന്നാൽ ചെയ്യാൻ പറ്റുന്നതാണ്. തുണക്കടവ് ഡാമിൽ നിന്ന് കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ താഴോട്ട് ഇറങ്ങി നേരെ തിരിഞ്ഞു പോകുന്നത് കന്നിമാര തേക്ക് കാണാനാട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുകളിലൊന്നായ ഈ കന്നിമാറ തേക്കിൻ്റെ അടുത്തേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. ചുറ്റും തേക്കിൻ പ്ലാന്റേഷനുകളാണ് പോകുന്ന റോഡ് മുഴുവൻ. അങ്ങനെ സഫാരിയിൽ ഞങ്ങളുടെ ആദ്യത്തെ സൈറ്റിങ് കിട്ടിയിട്ടോ. കന്നിമാറ തേക്കിൻ്റെ അങ്ങോട്ട് പോകുന്ന അവിടെയുള്ള വയലിൽ കാട്ടുപോത്തുകളുടെ ഒരു വലിയ കൂട്ടം തന്നെയുണ്ട്. നമുക്കിവിടെ നിന്നും പകർത്താൻ കഴിയുന്നത് കുറച്ചെണ്ണമത്തെ മാത്രമാണ്. കൂടെ 2-3 മ്ലാവുകളും എല്ലാം അവിടെ മേയുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ സഫാരിയിൽ നമുക്ക് ലഭിച്ചത് ഈ കാട്ടുപോത്തിൻ്റെ ഒരു വിഷ്വൽസാണ്. അങ്ങനെ കന്നിമാറ തേക്കിൻ്റെ അങ്ങോട്ട് ഞങ്ങൾ എത്തി. ഈ കാണുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തേക്കുകളിൽ ഒരെണ്ണമാണിത്. 400 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട് ഈ തേക്കിന്.
ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ ആ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറയേണ്ട കാരണമില്ല. കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ ഇത് ഒരുപാട് വീഡിയോകളിലും എല്ലാം അല്ലെങ്കിൽ വന്ന് കണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. കന്നിമാറ തേക്കിൻ്റെ അവിടെ എല്ലാവരും വണ്ടി നിർത്തി ഇറങ്ങി തേക്കിനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് കാടിന് മുകളിൽ നിന്ന് മുടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നത്. ആദ്യം എല്ലാവരും വിചാരിച്ചു അത് വല്ലതും മരക്കം പൊടിഞ്ഞ് ചാടിയതായിരിക്കും. എന്നാൽ വീണ്ടും കേട്ടപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി അത് ആനകളുടെ സാന്നിധ്യമുണ്ടെന്ന്. എന്താണേലും അവയെ കുറച്ച് നേരം അവിടെ വീഴ്ചയെങ്കിലും അവ മനുഷ്യൻ സാന്നിധ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുവാനോ കാണുവാനോ പറ്റില്ല. കാരണം മുഴുവൻ ഈ നിറഞ്ഞു നിൽക്കുന്ന കുറ്റിക്കാടുകളാണ്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് തേക്കിൻ്റെ കമ്പ് വലിച്ചൊടിക്കുന്ന സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. എന്താണേലും ഞങ്ങളവിടെ അതിനുമാത്രം നേരം ചെലവഴിച്ചില്ല. എന്താണേലും അവിടെ തിരിച്ചു പോന്നു. ആനകളെ കാണുവാൻ സാധിച്ചില്ല. എന്നാൽ പിന്നീട് ഞങ്ങൾ അറിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ ഓപ്പോസിറ്റ് വന്നിരുന്ന 2 വണ്ടിക്കാർ വന്നപ്പോൾ അത് ക്രോസ് ചെയ്ത് ആ വയലിലേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. 5 ആനകളുടെ ഒരു കൂട്ടം അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്താണേലും അങ്ങനെ ആ ആനക്കണി ഞങ്ങൾക്ക് മിസ്സായി. അങ്ങനെ പോയപ്പോൾ വീണ്ടും ലഭിച്ചു കാട്ടുപോത്തുകളുടെ ഒരു കൂട്ടത്തെ. മിസ്സായ ആനക്കണിയിൽ നിന്നും വീണ്ടും കാട്ടുപോത്തുകളുടെ അടുത്തേക്കാണ് പോയത്. ആ ആനകളെ ഒന്ന് കാണണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പ്രോഗ്രാമിൻ്റെ ചാർട്ട് അനുസരിച്ച് ഇവിടെ നിന്നാൽ ബാംബു റാഫ്റ്റിങ്ങിലേക്ക് പോകുന്ന സമയം കുറയും. 5:30 മുന്നേ ബാംബു റാഫ്റ്റിംഗ് കഴിച്ചിരിക്കണം എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് ഇവിടെ നിർത്തിയാൽ ആ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ സമയം പോവുകയും അത് നടക്കാൻ പറ്റാതെ വരികയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ നിൽക്കാനുള്ള സമയമില്ല. കാത്തുനിന്ന ആനകളെ കാണുവാനുള്ള സാഹചര്യമില്ലായിരുന്നു. പറമ്പിക്കുളം ഡാമിലുള്ള ബാംബു റാഫ്റ്റിങ്ങിലേക്ക് ഞങ്ങൾ ചെന്നു. ഇതും ഈ പ്രോഗ്രാമിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. സഫാരി, ബാംബു റാഫ്റ്റിങ്, ഇതെല്ലാം ഇൻക്ലൂഡഡാണ്. ഈ പ്രോഗ്രാമിൻ്റെ കൂടെയുള്ളതാട്ടെ ബാംബു റാഫ്റ്റിങ്. അപ്പം നമ്മൾ സഫാരി, ഫുഡ്, ബാംബു റാഫ്റ്റിങ് എല്ലാം ഇൻക്ലൂഡഡാണ്. 1/2 മണിക്കൂർ ബാംബു റാഫ്റ്റിംഗ് ഉണ്ട്. അണ്ണേ ഈ ആനകൾ അവിടെ പോയി അണ്ണേ? ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു താഴെ. ഇന്നലൊക്കെ രാത്രി ഫുള്ളും നമ്മുടെ റോട്ടിൽ തന്നെ ആയിരുന്നോ? പക്ഷെ പകലൊന്നും കാണാനില്ല. ഇവിടെ മഴ കുറവായിരുന്നോ? മഴ ഇപ്പോഴാണ് ഇവിടെ ഭയങ്കര മഴ. ഇവിടെ നല്ല മഴ. അവിടെ വരെയല്ലേ പോകുള്ളൂ. വേണ്ട പോട്ടെ, ഞാൻ വരുന്നില്ല. അതുകൊണ്ട് ഏകദേശം 1/2 മണിക്കൂർ വരുന്ന ഒരു റാഫ്റ്റിംഗ് പ്രോഗ്രാമാണ് ഇവിടെ നൽകുന്നത്. മുളയിൽ കെട്ടിയ വലിയ ഒരു ചങ്ങാടത്തിലാണ് ഈ ഡാമിൻ്റെ ഉള്ളിലേക്ക് പോയി വട്ടം കറങ്ങി വരുന്നത്. 1/2 മണിക്കൂറാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം. ബാംബു റാഫ്റ്റിംഗ് കൂടി. പറമ്പിക്കുളം ഡാമിൻ്റെ ഒരു കാഴ്ച കാണാൻ ഭയങ്കര രസമാട്ടോ. ഇതിൻ്റെ അകത്ത് കാണുന്ന ഈ തുരുത്തേലൊരു സ്റ്റേ പ്രോഗ്രാം ഉണ്ട്. വീട്ടിക്കുന്ന് ഐലൻഡ് എന്ന് പറയും. അതും പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. 10,000 രൂപയാണ് 5 പേർക്കാവുന്നത്. 5 പേർക്കാണ് അവിടെ അക്കോമഡേഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയൊരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇവിടെ മേളിലുള്ള ഐ ബട്ടണിലും കൊടുത്തേക്കാം. നിങ്ങൾ കയറി ഒന്ന് കണ്ടു നോക്കുക. അവിടെ താമസിക്കാൻ കഴിയുന്നവർക്ക് അവിടെയും പോയി താമസിക്കാവുന്നതാണ്. ഈ റാഫ്റ്റായി നമുക്കൊന്നും പേടിക്കാനില്ല. ബാംബു തന്നെ ഇതൊരിക്കലും മറിയോ അല്ലയോ ചെയ്യത്തില്ല. ഫൈബർ ബോട്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇതാണ്, പേടിക്കണം. കാരണം കാറ്റ് പിടിച്ചാൽ ഇവിടെ ഭയങ്കര കാറ്റിൻ്റെ ഇതുള്ളതാണ്. ഇത് പറമ്പിക്കുളം ഡാമാണ്. ഇത് നമ്മുടെ അധീനതയിലുള്ള, പക്ഷേ ഇതിൻ്റെ ഡാമിൻ്റെ എല്ലാം വെള്ളവും അതിൻ്റെ അതോറിറ്റി മുഴുവൻ തമിഴ്നാടിനാണ്. ഡാമും സ്ഥലമൊക്കെ നമ്മുടെ ആണെങ്കിലും അധികാരം തമിഴ്നാടിനാണ്. ഒരിക്കലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഇതിൻ്റെ അങ്ങേ ഈ കോണിൽ അവിടെ നമ്മൾ വീട്ടിക്കുന്ന് ഐലൻഡിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ? കിടിലൻ വീഡിയോസാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക. പറമ്പിക്കുളം ഡാമാണ് നമ്മുടെ അധീനതയിലുള്ള. നമ്മുടെ സ്ഥലവും ഡാമും വെള്ളവും ഒക്കെ നമ്മുടെ ആണെങ്കിലും തമിഴ്നാടിനാണ് ഇതിൻ്റെ അതോറിറ്റി.
റാഫ്റ്റിങ്ങും പറമ്പിക്കുള ഡാമും കണ്ടതിന് ശേഷം നമ്മൾ വന്ന് പങ്കെടുത്തത് ട്രൈബൽ ഡാൻസിലാണ്. ഈ പ്രോഗ്രാമിൻ്റെ കൂടെയുള്ള ഒരു പ്രോഗ്രാമാണ്. ട്രൈബൽസ് നമുക്ക് വേണ്ടി നൃത്തങ്ങൾ കഴിക്കും. അവരുടെ ആചാരങ്ങളനുസരിച്ചുള്ള നൃത്ത ചൂടുകളാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ആ പ്രോഗ്രാമാണ് പിന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഏകദേശം 1.25 മണിക്കൂറോളം ഈ പ്രോഗ്രാം നമുക്ക് വരുന്നതാണ്. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നൃത്തങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ തന്നെ തനതായ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള നൃത്ത ചുവടുകളാണ് വയ്ക്കുന്നത്. അവരൊരു നൃത്തങ്ങളൊക്കെ വെച്ചതിന് ശേഷം അവർ നമ്മുടെ കൂട്ടത്തിലുള്ള ലേഡീസിനെ നമ്മുടെ കൂട്ടത്തിലേക്ക് വിളിക്കുകയും അവരോടൊപ്പം ഡാൻസ് കളിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. 3 ചേച്ചിമാർ അവരുടെ ഒപ്പം കയറി ഡാൻസ് കളിച്ചു. എന്താണേലും അവരുടെ ഡാൻസുകളെല്ലാം കിടിലനായിരുന്നു. അവരോടൊപ്പം അവർ ഡാൻസ് കളിക്കാൻ ശ്രമിച്ചതും അതിനടുത്ത് ആ ഒരു ഇതൊക്കെ അവർക്കുള്ളൊരു പ്രോത്സാഹനമാണ്. എന്നാണേലും അവർക്കും ഒരു നന്ദി പറയുന്നു. അങ്ങനെ ഏറ്റവും അവസാനം അവർ പ്രോഗ്രാം നിർത്താൻ നേരത്ത് കളിച്ച ഈ ഒരു ഡാൻസ് സ്പീഡിലായിരുന്നുണ്ടോ, നല്ല സ്പീഡിലുള്ള അവരുടെ ഡാൻസ് സ്പീഡ് കൂടി വന്ന് ആ ഒരു നൃത്തം ഭയങ്കര രസമായിരുന്നു. ശരിക്കും വന്നാൽ ഇവിടെ വന്നാൽ നമ്മൾ ട്രൈബൽ ഡാൻസൊക്കെ എൻജോയ് ചെയ്യണം. അത് അവർക്കുള്ളൊരു പ്രോത്സാഹനവും കൂടിയാണ്. ഒരിക്കലും മിസ് ചെയ്യാതെ വന്ന് കാണുക. ട്രൈബൽ ഡാൻസൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും നേരം ഇരുട്ടിയിരുന്നു. നല്ലപോലെ ഇരുട്ടായിരുന്നു. ഇനി തിരിച്ച് നമ്മൾ സ്റ്റേയിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ നിന്നും അത്യാവശ്യം നല്ല ദൂരമുണ്ട്. 10-20 കിലോമീറ്ററോളം ദൂരം നമുക്ക് പോകണം. ഈ രാത്രിയിൽ നമ്മൾ കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു ഫീല് നമുക്ക് ലഭിക്കുന്നത്. ആനിമൽസ് എല്ലാം റോഡിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ ഏറെയുള്ള സമയമാണ്. 4 മണിയോടുകൂടി ആനമലയിലെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വാഹനങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. പറമ്പിക്കുളം നിന്നാണെങ്കിലും ഒഫീഷ്യൽ വാഹനങ്ങൾ മാത്രമായിരിക്കും പിന്നെ ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ പ്രോഗ്രാം ബുക്ക് ചെയ്താൽ ഈ സഫാരി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഏകദേശം രാത്രിയാകും. ആ രാത്രിയോടുകൂടി നമ്മുടെ ഷെഡിലേക്കുള്ള നമ്മുടെ താമസ സ്ഥലത്തേക്കുള്ള യാത്ര ഒരു ഗംഭീരമാണ്. ഈ യാത്രയിലാണ് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതും വൈൽഡ് ആനിമൽസിൻ്റെ സൈറ്റിങ്ങും കൂടുതൽ ലഭിക്കുന്നത്. രണ്ടാമത് നമുക്ക് ലഭിച്ച വലിയ ഒരു മേൽ കാട്ടുപോത്ത് റോഡിന് സൈഡിൽ കിടക്കുന്ന കാഴ്ച കണ്ടോ. എന്താ അവൻ്റെ ഒരു വലിപ്പം! ശരിക്കും പറഞ്ഞാൽ അവനൊരു ഭയങ്കര അഗ്രസീവായിട്ടുള്ള കാട്ടുപോത്താണെന്നാണ് പറയുന്നത്. എല്ലാവരും കാട്ടുപോത്തെന്ന് ഇപ്പോൾ പറയരുതെന്നൊക്കെ പറയുമെങ്കിലും എൻ്റെ വായിൽ കാട്ടുപോത്തെന്ന് പറയുള്ളൂ. അങ്ങനെ പറഞ്ഞ് പഠിച്ചു പോയി കാട്ടി എന്നൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാലും അതെന്തെങ്കിലും ആകട്ടെ, ഏകദേശം 1800ഓളം കിലോ തൂക്കം വരുമെന്നാണ് പറയുന്നത് ഇവിടുത്തെ ഒരു മേൽ കാട്ടുപോത്തിന് നോർമലി. ഒരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ അപ്പോഴേക്കും മഴകളെല്ലാം തോർന്ന് ഈ മുകളിലേക്ക് പറമ്പിക്കുളം സിറ്റിയുടെ ആ ഭാഗത്തേക്ക് എത്തിയപ്പോൾ മഴകളുടെ സാന്നിധ്യം കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് മഴയെല്ലാം തോർന്നിരുന്നു. അതുകൊണ്ട് ഒരു സന്തോഷമായ കാര്യമായിരുന്നു. എന്താണേലും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ പ്രതീക്ഷകളുടെ ഒരു വലിയ കൂമ്പാരം നമ്മുടെ മനസ്സിലുണ്ട്. എന്തെങ്കിലും കാണുമോ എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടാകുമല്ലോ. അത് പറയേണ്ടതില്ലല്ലോ. കാടിനുള്ളിലൂടെ അത് രാത്രി പോകുമ്പോൾ നമുക്ക് വലിയ ആഗ്രഹങ്ങളാണ്. കുന്നോളം ആഗ്രഹിച്ചാലേ ചെറുതെങ്കിലും കിട്ടുമെന്ന് പറയുന്നത് പോലെയുള്ള ആഗ്രഹങ്ങളാണ് നമ്മുടെ മനസ്സിൽ. അങ്ങനെ നൈറ്റിലൂടെയുള്ള ഈ യാത്രയിൽ മാനും മ്ലാവും കാട്ടുപോത്തുകളും എല്ലാം റോഡ് നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ആനകളുടെ സാന്നിധ്യമൊന്നും നമുക്ക് രാത്രിയിലെങ്ങും ഇതുവരെ ലഭിച്ചില്ല. ഈ ആനകളെല്ലാം എവിടെ പോയി എന്നറിയില്ല. കാരണം ഒരുപാട് ആനകൾ രാത്രിയിൽ തമ്പടിക്കുന്ന ഒരു സമയമാണ്. ഇങ്ങനെ ആസ്വദിച്ച് ഈ കാടിലൂടെ യാത്ര ചെയ്തങ്ങ് പോകുമ്പോഴായിരുന്നു പെട്ടെന്നായിരുന്നു ഡ്രൈവറായ ചേട്ടൻ പറഞ്ഞത് പുലി എന്ന് പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ ഏറ്റവും ഫ്രണ്ടിലാണ് ഇരുന്നത്. ഫ്രണ്ടിലിരുന്നത് കൊണ്ട് തന്നെ മുന്നിലെ ആ പാറമകളിലിരുന്ന പുലി വണ്ടിയുടെ വെട്ടം കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് മാറി പോകുന്ന ഒരു കാഴ്ച കാണാൻ പറ്റിയിട്ടോ. ബാക്കിയുള്ളവരൊന്നും ആ കാഴ്ച കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഫ്രണ്ടിലിരുന്നവർക്കാണ് പെട്ടെന്ന് പാറ പുറത്തിരുന്നത്. കാരണം റോഡിൽ നിന്നും ഉയരത്തിലായിരുന്നു ആ പാറ. അതുകൊണ്ട് അത്ര ബാക്കിലിരിക്കുന്ന ഒരാൾക്ക് വിഷ്വൽ കിട്ടില്ല. എന്താണേലും അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഫ്രണ്ടിലേക്ക് എടുത്ത് തിരികെ നോക്കിയപ്പോൾ അവൻ എന്താണേലും സാധാരണ പുലികളെല്ലാം ഓടി മറയുന്നതാണ്. എന്താണേലും അവൻ അവിടെ
പതുങ്ങി പുല്ലിലിരിക്കുന്ന കാഴ്ചയാണ് കിട്ടത്. റോഡിൽ കൂടി നടന്നു പോകുന്ന മാൻകുട്ടികളെ പിടിക്കാനും വേണ്ടി അവൻ പതിയിരിക്കുന്ന കാഴ്ചയാണ്. മിക്കവാറും ഈ റോഡിൽ പോയാൽ ലെപ്പേർഡുകളുടെ സാന്നിധ്യം നമുക്ക് മിക്കവാറും കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം ഇവനിങ്ങനെ പതിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച ഇപ്പോഴും തന്നെ കിട്ടുന്നതാണ്. ലെപ്പേർഡുകളുടെ സാന്നിധ്യം നൈറ്റ് സഫാരിയിൽ മിക്കവാറും തന്നെ ലഭിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. എന്താണേലും അവൻ്റെ വിഷ്വൽസ് ഞാൻ എൻ്റെ മൊബൈലിലാണ് പകർത്തിയത്. വേറൊന്നും കൊണ്ടല്ല, ഈ ലെപ്പേഡ് ആയതുകൊണ്ട് പെട്ടെന്ന് മാഞ്ഞു പോകുമോ ഓടിപ്പോകുമോ എന്നുള്ളൊരു പേടിയിൽ ഞാൻ കിട്ടിയ സമയം കൊണ്ട് മൊബൈലിൽ തന്നെ ആ വീഡിയോ അങ്ങ് പകർത്തുകയാണുണ്ടായത്. ക്യാമറയിൽ പകർത്താൻ എനിക്കൊരു ധൈര്യം വന്നില്ല. കാരണം ക്യാമറ എടുത്ത് സൂം ചെയ്ത് വരുമ്പോഴത്തേക്കും പോയാലോ എന്നുള്ള പേടിയിലാണ് ഞാൻ പകർത്തിയത്. എന്നിട്ട് ലാസ്റ്റാണ് ഞാൻ ക്യാമറയിൽ ഈ രംഗം പകർത്തിയത്. എന്നാൽ ബാക്കിലിരുന്ന അനിൽ ബാക്കിലിരുന്ന അനിലിൻ്റെ മൊബൈൽ അനിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മുടെ അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് കിട്ടി. കാരണം ഞാൻ ഫ്രണ്ടിൽ നിന്നും വീഡിയോ പിടിച്ച് അകലത്തിലായിരുന്നുകൊണ്ടും ബാക്കിലിരുന്നവർക്ക് കറക്റ്റ് പൊസിഷനായിരുന്നു. ഈ ലെപ്പേഡ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കണ്ണ് അടച്ച് തുറക്കുന്ന സമയം കൊണ്ട് അവൻ വിട്ടുപോകും. എന്താണേലും അവൻ്റെ ക്ലിയറായ വിഷ്വൽസ് നമുക്ക് ലഭിച്ചു, കാണാനും പറ്റി. അങ്ങനെ പറമ്പിക്കുളത്തെ ഈ സഫാരി പൊളിച്ചു എന്ന് പറയാം. കാരണം ലെപ്പേർഡുകളുടെ സാന്നിധ്യം ഒരു കാട്ടിൽ പോയാൽ ലഭിക്കുക എന്ന് പറയുന്നത് ഏതൊരു സഞ്ചാരിയെയും അല്ലെങ്കിൽ കാട് പ്രേമിയും വൈൽഡ് ലൈഫ് പ്രേമിയെയും സംബന്ധിച്ച് ഒരു ഭയങ്കര ത്രില്ല് നൽകുന്ന അനുഭവമാണ്. പോവല്ലേ ഇല്ല പോലെ ഇല്ലില്ല. എടുക്കല്ലേ 2 മിനിറ്റ് എന്നാ നീക്കോ നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ സഫാരിയൊക്കെ പോയി വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ചോറൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പുലിയുടെ സൈറ്റിയും കിട്ടിയിരുന്നുള്ളൂ. അവിടെ തിരിച്ചു വരാറായപ്പോൾ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് തന്നെ കിട്ടി. വണ്ടിയുടെ റോഡ് സൈഡിൽ തന്നെ ഇരുന്ന്. അതുകൊണ്ട് സഫാരി മോശമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. സാധാരണ നമുക്ക് പുലിയുടെ സൈറ്റിങ് കിട്ടുക എന്ന് പറയുന്നാൽ ഒരു വലിയ എക്സ്പീരിയൻസാണ്. പറമ്പിക്കുളത്ത് വന്നിട്ട് തവണ പുലിയാണ് നമ്മൾ അനുഗ്രഹിച്ചത്. ഇനി നാളെ രാവിലെ ഒരു ട്രക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം. ഈ ട്രക്കിങ്ങിലും നമുക്ക് കടുവകളുടെ സാന്നിധ്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും അതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതോടുകൂടി പാക്കേജിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാണ് കഴിയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.